അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, സാറേ ഏത് ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, അതിനുള്ള ഒരു പവർഫുൾ ടൂള് എന്ത് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികം ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ഘട്ടങ്ങൾ ഉണ്ട്, പക്ഷേ ഇൻട്രാഡേയിൽ സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ മിനിമൈസ് ചെയ്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ഈ ചാർട്ട് വളരെയധികം ഇങ്ങനെ എന്താ പറയുക മെസ്സിയായിട്ട് അല്ലെങ്കിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ട്രേഡുകളൊന്നും ഞാനധികം പ്ലാൻ ചെയ്യാറില്ല. അതായത് പ്രൈസ് ആക്ഷനൊക്കെ വെച്ചിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചാർട്ടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു പവർഫുൾ ആയിട്ടൊരു ഇൻട്രാഡേ സ്ട്രാറ്റജി ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വീഡിയോ എന്നൊക്കെ പറയാം ആയിരിക്കും. കാരണം വെച്ചാൽ ഞാൻ അത്ര ഓപ്പൺ അപ്പായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ് ഇത്. കാരണം വെച്ചാൽ അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ മാക്സിമം ഒന്ന് കാണുക, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം അത്ര പവർഫുൾ സെറ്റപ്പായതുകൊണ്ട് തന്നെ ഇത് മിക്കപ്പോഴും വർക്ക് ചെയ്യുന്ന സെറ്റപ്പാണ്. പിന്നെ ഏത് സെറ്റപ്പായാലും അതിൽ സ്റ്റോപ്പ് ലോസ് എന്തായാലും നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. അതിലെന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നു കഴിയുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് റിസ്ക് റിവാർഡ് ആൻഡ് മണി മാനേജ്മെൻറ്റ് എന്ന ഒറ്റ റൂൾ വെച്ച് മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്സിലേക്ക് കൂടുതൽ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സ്ട്രാറ്റജി ആയാലും അതിന് ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അതായത് ട്രേഡിങ്ങിലെ ഒരു നെക്സ്റ്റ് പാർട്ടാണ് ലോസ് എന്ന് പറയുന്നത്. അപ്പം ലോസ് മാക്സിമം കുറച്ച് നമ്മുടെ സ്ട്രാറ്റജിയിൽ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് സെറ്റപ്പിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ലോസ് മാക്സിമം ആയിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടൊരു സ്ട്രാറ്റജിയാണ്. അതിന് കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള വെർഷനാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി പഠിക്കാം. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം, നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. കാരണം വെച്ചാൽ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കൂടുതൽ സ്ട്രാറ്റജീസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വരുന്നതോറും എനിക്ക് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. നല്ല നല്ല സ്ട്രാറ്റജീസ്, നല്ല നല്ല ട്രേഡിംഗ് സെറ്റപ്പുകളായിരിക്കും ഈ ചാനൽ വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് സ്വാഗതം കേട്ടോ. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള സെറ്റപ്പാണ്. ഞാൻ വളരെ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നമ്മുടെ കഴിഞ്ഞ യൂട്യൂബ് ചാനൽ, നമ്മുടെ എന്താ പറയുക, നമ്മൾ ഡിലീറ്റ് ആയപ്പോൾ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഉള്ളൊരു സ്ട്രാറ്റജി, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടൂളുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ VWAP യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് VWAP ആണ്. VWAP എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ആണ്. അത് മാത്രമേ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പ്രീ മാർക്കറ്റ് ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 9 മണി തുടങ്ങി മാർക്കറ്റ് ചെയ്യുന്ന പ്രീ മാർക്കറ്റ് സെക്ഷൻ 9:08 വരെ ഏകദേശം നമുക്ക് പ്രീ മാർക്കറ്റ് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്കുകൾ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ ഒന്നും നമ്മുടെ എക്സ്ചേഞ്ച് നമ്മളെ അനുവദിക്കില്ല ആ ഒരു ടൈമിൽ. അതായത് തലേ ദിവസത്തെ ഹെഡ്ജ്ഡ് പൊസിഷൻസ്, അതുപോലെ തന്നെ ഇൻട്രാഡേ പൊസിഷൻസ്, AMO ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന ടൈമാണ് ഈ പറഞ്ഞ 9:08 എന്ന് പറഞ്ഞ സമയം. ആ ടൈമിൽ നമ്മൾ എക്സ്ചേഞ്ചുകളിലേക്ക് പോകുന്ന വലിയ വലിയ ബൾക്ക് ഓർഡേഴ്സ് എത്രയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൾക്ക് ഓർഡേഴ്സ് എങ്ങനെയാണ്, അതൊക്കെ ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രേഡ് സെറ്റപ്പ് ഇതിലൊരു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 9:07 ആകുമ്പോൾ 9:07 എന്ന് പറയുന്ന മോർണിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ വരിക. മാർക്കറ്റിൽ വന്നതിന് ശേഷം ഗൂഗിൾ അടിക്കുക, പ്രീ മാർക്കറ്റ് NSE എന്ന് അടിക്കുക. പ്രീ മാർക്കറ്റ് NSE എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു വെബ്സൈറ്റ്, ഇത് ക്ലിക്ക് ചെയ്തു, NSEയുടെ തന്നെ ഡയറക്റ്റ് ഇതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സെറ്റപ്പ്, ഒരു ദിവസം എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്, എത്ര സ്റ്റോക്കുകൾ അപ്പാണ്, എത്ര സ്റ്റോക്ക് ഡൗൺ ആണെന്നൊക്കെ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് Nifty 50. തുടക്കത്തിൽ നമ്മൾ Nifty 50 ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജി അടുത്ത എപ്പിസോഡ് ഇടുന്നത്, അത് F&O സ്റ്റോക്കുകളുള്ള സ്ട്രാറ്റജിയാണ്. അത് എങ്ങനെയാണെന്നുള്ള അടുത്ത വീഡിയോയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊരു സിംഗിൾ 2-3 അതായത് 2-3 ഇതായിട്ടാണ് വീഡിയോസ് ആയിട്ട് എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് ബോറടിക്കും. അപ്പോൾ ബോറടിക്കും മീൻസ് നിങ്ങൾക്കത് ബിഗിനേഴ്സിന് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇത് തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് നല്ല ലിക്വിഡിറ്റി അല്ല Nifty 50 സ്റ്റോക്കിലാണ്, Nifty 50 സ്റ്റോക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി ആദ്യം പരീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഓപ്പണായി വരും. മാർക്കറ്റ് 9:07 ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. NSEയുടെ പ്രീ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിലാണ് പ്രീ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. NSEയുടെ വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ 9:07 നമ്മൾ ഇതിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ നോക്കുമ്പോൾ കാണാം അഡ്വാൻസ് സ്റ്റോക്കുകൾ 31, ഡിക്ലൈൻ സ്റ്റോക്കുകൾ 11, അൺചേഞ്ച്ഡ് 8. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Nifty 50 50 സ്റ്റോക്കാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം.
അതിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഗ്യാപ്പായിട്ട് ഓപ്പൺ ആവുന്നത് ഒരു 31 സ്റ്റോക്കുകളുണ്ട്. 11 സ്റ്റോക്കുകൾ എവിടെയാണ് ഓപ്പൺ ആവുന്നത്? താഴെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത പ്രൈസിൻ്റെ താഴെയാണ് ഓപ്പൺ ആവുന്നത് 11 പ്രൈസുകൾ, 11 സ്റ്റോക്കുകൾ. അൺചേഞ്ച്, അതായത് ഇന്നലെ എന്താണോ പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഇന്ന് ഓപ്പൺ ആവുന്ന പ്രൈസും. അതാണ് അൺചേഞ്ച്ഡ് എന്ന് പറയുന്നത്. ഇവിടെ 8 എണ്ണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസം 14 ഓഗസ്റ്റിന് മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ അതിനുശേഷം അന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇന്നലെ 14 തീയതി 14 ഓഗസ്റ്റിന് രാവിലെ 9 മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ 31 സ്റ്റോക്കുകൾ എന്താണ്? അഡ്വാൻസ് സ്റ്റോക്കുകൾ. അതായത് അപ് ട്രെൻഡിൽ, അതായത് കയറി വരുവാണ്, അഡ്വാൻസ് ചെയ്ത് മുളയ്ക്ക് കയറി വരുവാണ്. ഡിക്ലൈൻ ആവുന്നത് 11 സ്റ്റോക്കാണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് വരിക. നിഫ്റ്റി 50, ഇവിടെ നിഫ്റ്റി 50 ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിഫ്റ്റി 50 ആണ്. വേറെ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണം. അത് അടുത്ത വീഡിയോയിലായിരിക്കും. നിങ്ങൾ F&O സ്റ്റോക്കുകൾ എങ്ങനെ ചെയ്യുന്നത് കുറച്ചൊരു പവർഫുൾ ആയിട്ട് കുറച്ചൊരു ട്രേഡിംഗ് സെറ്റപ്പ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രോസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി കിടക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫൈനൽ ക്വാണ്ടിറ്റിയുടെ ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഫൈനൽ ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ, അതായത് പ്രീ മാർക്കറ്റിൽ 9 മണി തുടങ്ങി 9:07 വരെ, 9 മണി തുടങ്ങി 9:07 വരെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസത്തെ AM ഓർഡേഴ്സ്, അതുപോലെ തന്നെ ഹെഡ്ജ്ഡ് പൊസിഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ് ഓർഡേഴ്സ് പോയിരിക്കുന്ന ഒരു 4 സ്റ്റോക്കുകൾ നമ്മൾ പിക്ക് ചെയ്യുക. 4 സ്റ്റോക്ക് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കാരണം 4 സ്റ്റോക്കുകൾ നിങ്ങൾ തുടക്കത്തിൽ പിക്ക് ചെയ്യുക. ആ 4 സ്റ്റോക്കുകൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതിൽ ആദ്യം വന്നിരിക്കുന്ന സ്റ്റോക്ക് എത്രയാണ്? ഇതിൽ ഏകദേശം 2,44,261 ക്വാണ്ടിറ്റിയാണ് ICICI ബാങ്കിൽ പ്രീ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഇൻ ക്രോഡ്സ് എന്ന് പറയുന്നത് 34 കോടിയാണ് കേട്ടോ. 34 കോടിയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ട് തുടർന്ന് വന്നിരിക്കുന്ന HDFC ബാങ്കാണ്. അതിനുശേഷം വന്നിരിക്കുന്ന എറ്റേണലാണ്. പിന്നെ വന്നത് ഇൻഫിയാണ്. ഈ 4 സ്റ്റോക്കുകളാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 സ്റ്റോക്കുകൾ വന്നിരിക്കുന്നത് വലിയ ബിഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്, ICICI ബാങ്കും HDFC ബാങ്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ബാങ്ക് നിഫ്റ്റി ഇന്ന് അപ്പാവാൻ ചാൻസ് ഉണ്ട് തുടക്കത്തിൽ. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിലുള്ള 2 ഹ്യൂജ് എന്താ പറയുക പൊട്ടൻഷ്യലുള്ള 2 സ്റ്റോക്കുകളാണ് ICICI ബാങ്ക്, അതുപോലെ തന്നെ HDFC ബാങ്ക്. എറ്റേണൽ എന്ന് പറയുന്നത് നമ്മുടെ സൊമാറ്റോ ആണ്, അതുപോലെ തന്നെ ഇൻഫി എന്ന് പറയുന്ന IT മേഖലയിലുള്ള ഒരു സ്റ്റോക്കാണെന്നും നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് HDFC ബാങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുക, എടുക്കുക, ചാർട്ടിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് ചാർട്ടിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ICICI ബാങ്കിന് ആഡ് ചെയ്യാം. രണ്ടാമത് വന്ന സ്റ്റോക്ക് ഏതാണ്? HDFC ബാങ്ക്. HDFC ബാങ്കിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 2,01,355 ക്വാണ്ടിറ്റി, 39 കോടിയാണ് വാല്യൂ വന്നിരിക്കുന്നത് പ്രീ മാർക്കറ്റിൽ, ബൈയിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? HDFC ബാങ്ക് എടുക്കുന്നു, ആഡ് ചെയ്യുന്നു നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് എന്ത് ചെയ്യുന്നു? എറ്റേണൽ എടുക്കുന്നു. എറ്റേണൽ എന്ത് ചെയ്യുന്നു? ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നു, ഇൻഫി എടുക്കുന്നു, ഇൻഫോസിസ് എടുക്കുന്നു. ജസ്റ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ 4 സ്റ്റോക്കുകളും ഇവിടെ വന്നിട്ടില്ലേ? നിങ്ങൾക്കൂടെ കാണാമല്ലോ, 4 സ്റ്റോക്കുകൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, എറ്റേണൽ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ICICI ബാങ്ക് എടുക്കുന്നു. ICICI ബാങ്ക് നമ്മൾ എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. അപ്പോൾ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ പ്രീ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ സ്ട്രാറ്റജിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ക്ലോസിങ് മാർക്കറ്റ് വരെ നമുക്ക് എടുക്കാം. ഇവിടെ എടുക്കാം. അതായത് 13-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അതായത് ഈ ഒരു ഏരിയ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ തുടങ്ങി ഈ ഒരു ഏരിയ വരെയാണ് 13-ാം തീയതിയിലത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 13 ഓഗസ്റ്റിലെ മാർക്കറ്റ്, സോറി ആ ഏരിയ അല്ല, മാറിപ്പോയി. 13 ഓഗസ്റ്റ് ഈ ഒരു ഏരിയ കേട്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ. അതായത് 13-ാം തീയതി 9:04 തുടങ്ങി 3:04 വരെയുള്ള 3:25 വരെയുള്ള സ്റ്റോക്കാണ്. 5 മിനിറ്റിലേക്ക് ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം എടുത്തിരിക്കുന്നത്. ഇവിടെ വരെയാണ് ടൈം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആകും. നമുക്ക് ആദ്യം കിട്ടിയ സ്റ്റോക്ക് ഏതാണ്? ICICI ബാങ്കാണ്. അപ്പോൾ ICICI ബാങ്ക് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണമെങ്കിൽ അത് VWAP ആണ്. വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. VWAP ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? വോളിയം കൂടി ആഡ് ചെയ്യണം കേട്ടോ. അതിനകത്ത് വോളിയം ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വോളിയത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ വോളിയം MA മൂവിങ് ആവറേജ് ഒന്ന് ആക്റ്റീവ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചൊന്ന് കനത്തി കൊടുക്കുക കേട്ടോ. അത് കുറച്ചും കൂടി ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് കളർ കൊടുത്തേക്കുക. കുറച്ചും കൂടി ഇതായിട്ട് കാണാം നമുക്ക് വോളിയം. അതുകൊണ്ടാണ് ഞാൻ ഓക്കെ കൊടുത്തേക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ICICI ബാങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റുമോ? നമ്മുടെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ സ്ട്രാറ്റജി ഞാൻ പറയുന്നത്. ഇത് ഏത് സ്റ്റോക്കുകൾ ഈ പ്രീ മാർക്കറ്റ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ 9:40 ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇതിലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ 9:40 അല്ലെങ്കിൽ 9:15 ഓപ്പൺ ആവുന്ന മാർക്കറ്റ് 9:15 മാർക്കറ്റ് ഓപ്പണായി 9:40 വരെയുള്ള ടൈം എന്ന് പറയുന്നത് മാർക്കറ്റിൽ
നല്ല വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. ഇങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുള്ള മാർക്കറ്റ് അറിയാത്തൊരു മാർക്കറ്റായിരിക്കും ഈ പറഞ്ഞ 9:15 തുടങ്ങി 9:40. അപ്പോൾ 9:40 ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തത്. ഒരിക്കലും നിങ്ങൾ ക്ഷമ നശിച്ച് 9:15 പോയിട്ട് ഒരിക്കലും ഇത് ബൈ ചെയ്യരുത്. ക്വാണ്ടിറ്റി ഇത്രയും കണ്ടെന്ന് ബൈ ചെയ്യരുത്. നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാവുള്ളൂ. അപ്പോൾ 9:40 നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് ആവുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ട് ഒന്ന് ഓടിക്കാം. ഈ ICICI ബാങ്കിൻ്റെ കാരണം തലേദിവസം എന്താണ് സംഭവം, 14-ാം തീയതി എന്താണ് സംഭവിച്ചത്, 13-ാം തീയതി ക്ലോസിംഗ് ആണ് കാണുന്നത് കേട്ടോ. ഇനി 14-ാം തീയതി എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. 14-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി 14-ാം തീയതിയിലത്തെ ക്യാൻഡിൽ ആദ്യം തന്നെ ഓപ്പൺ ആയത് തന്നെ ഒരു വലിയ ക്യാൻഡിലായിട്ടാണ് നമ്മൾ കണ്ടല്ലോ ഓൾറെഡി. അത്രയധികം ക്വാണ്ടിറ്റി പ്ലേസ് ആയതുകൊണ്ട് തന്നെ ICICI ബാങ്ക് ഓപ്പൺ ആയത് എന്താണ്, വലിയൊരു ക്യാൻഡിലായിട്ടാണ് ICICI ബാങ്ക് ഓപ്പൺ ആയത്. നമ്മുടെ VWAPൻ്റെ താഴെയാണ് ഓപ്പൺ ആയത്. അതായത് ഓപ്പൺ ഈസ് ഈക്വൽ ടു എന്താണ്, ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ ആണ് ഓപ്പൺ ആയത്. ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോയിൽ വന്ന സ്റ്റോക്കിൽ എന്ത് ചെയ്യും, ഹൈയിലേക്ക് മൂവ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ചാർട്ട് ഒന്ന് ഓടിക്കാം. ഓടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് വരുന്നപ്പോഴാണ് 9:35 ഇവിടെയാണ് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ്. 9:40 നമ്മൾ പറഞ്ഞ ട്രേഡിംഗ് സെറ്റപ്പ് ഇതിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ 9:40 ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു എൻട്രി, ഒരു ലോങ് എൻട്രി പ്ലാൻ ചെയ്യാം. 1:2 ആണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് VWAPൻ്റെ താഴെ ആയിരിക്കണം, എപ്പോഴും VWAPൻ്റെ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ 1:2 ആണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2% റിസ്ക് വേണം. 1% റിസ്ക് എടുത്താൽ 2% ടാർഗറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ. ഇതിൽ 2% ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ എന്ത് ചെയ്യും, ബഫർ ചെയ്ത് ഇവിടെ വയ്ക്കാം. കറക്റ്റ് 2% ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് കേട്ടോ. 2% കറക്റ്റ്. ഓക്കെ, ഏകദേശം 2 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി പ്ലേസ് ചെയ്യുവാണ് ICICI ബാങ്കിൽ. കാരണം എന്തുകൊണ്ടാണ്, സെറ്റപ്പ് ഒന്നുകൂടി പറയാം. നമ്മുടെ സെറ്റപ്പ് വരുന്നത് 9:40 നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് എനേബിൾ ആവുന്നത്. അതിനുശേഷം നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ എന്താ വേണ്ടത്, പ്രൈസ് ക്ലോസ് വരേണ്ടത് എവിടെയാണ്, എബവ് VWAP ആണ്. എബവ് VWAPൻ്റെ മുകളിലാണ് പ്രൈസ് ക്ലോസ് ചെയ്യേണ്ടത്. പ്രൈസ് ക്ലോസ് ചെയ്ത് എവിടെയാണ്, ഇതാണ് VWAP ലൈൻ. VWAP ലൈനിൻ്റെ മുകളിലല്ലേ പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ 9:40 ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയ എവിടെയാണ്, നമ്മുടെ VWAPൻ്റെ മുകളിലാണ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു എൻട്രിയാണ്, ഒരു ബൈ എൻട്രിയാണ് വരുന്നത്. ഇൻ കേസ് അത് ഓപ്പൺ ആയത് VWAPൻ്റെ താഴെയാണെങ്കിലോ, ഇവിടെയാണ് ഓപ്പൺ ആയെങ്കിലോ, നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ എൻട്രിയാണ് പ്രിഫർ ചെയ്യേണ്ടത്. 9:40 ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ട്രേഡിലേക്ക് എൻട്രി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 9:40 നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഏകദേശം നല്ലോണം വോളിയം ഇവിടെ ട്രേഡ് നടന്നുണ്ട്. കാരണം പ്രിയ മാർക്കറ്റിൽ നമ്മൾ കണ്ടത് ഇത്രയധികം ക്വാണ്ടിറ്റി ട്രേഡ് നടന്നൊരു സ്റ്റോക്കാണ് ICICI ബാങ്ക്. അതായത് ഓർഡർ കിടക്കുന്നൊരു ബാങ്കാണ് ICICI ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുകയാണ്, നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അത് 1437 എൻ്റർ ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1427 നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ഇനി ടാർഗറ്റ് അടിക്കുമെന്ന് നോക്കാം. ICICI ബാങ്ക് നമുക്കൊന്ന് ചാർട്ട് ഓടിക്കാം. ICICI ബാങ്ക് ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്നിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്ന ഈ ഒരു ഏരിയയിലാട്ടോ. നിങ്ങളിപ്പോൾ ഇത് ടോപ്പ് ലോസ് അടിച്ചെന്ന് കരുതരുത്, ഇവിടെയാണ് ഇരിക്കുന്നത് സ്റ്റോപ്പ് ലോസ്. 1421 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയാണ്. സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ICICI ബാങ്ക് ഒരു ക്ലിയർ കട്ട് എന്താണ്, സൈഡ് വേസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ കട്ട് സൈഡ് വേസ് ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റോക്ക് പിടിക്കാം. ICICI ബാങ്ക് നമ്മൾ വിട്ടു. അടുത്ത സ്റ്റോക്ക് നമ്മൾ എടുക്കാൻ ഏതാണ്, HDFC ബാങ്ക് എടുക്കാം. നമുക്ക് HDFC ബാങ്കാണ് അടുത്ത നമ്മുടെ ലിസ്റ്റിൽ വന്ന അടുത്ത സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റോക്ക് ആഡ് ചെയ്യാണ് HDFC ബാങ്ക്. HDFC ബാങ്കിൻ്റെ ചാർട്ട് എടുക്കാം. HDFC ബാങ്കിൻ്റെ ചാർട്ടിൽ എന്താണ് നമ്മൾ നോക്കാൻ പറയാം. HDFC ബാങ്കിൻ്റെ ചാർട്ട് നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലൈ കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, HDFC ബാങ്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആയി. 9:40 ശേഷം മാത്രം നമ്മൾ ട്രേഡ് എടുത്തായിട്ടോ. 9:40 നമ്മുടെ ടൈം എന്ന് പറയുന്നത്. VWAPൻ്റെ മുകളിലായിരിക്കണം പ്രൈസ് ക്ലോസ് ചെയ്യേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസ് ഇവിടെ ഓപ്പൺ ആയത് തന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, VWAPൻ്റെ മുകളിൽ വന്നിട്ടില്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം 9:25, 9:35, 9:40 ഇത് തുടരെ ഗ്യാപ്പാണ് കേട്ടോ. തുടരെ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നഷ്ടം സംഭവിക്കും. കാരണം വെച്ചാൽ ഒരു 5% എബോവ്. കാരണം വെച്ചാൽ ഏകദേശം ഈ ഒരു ട്രേഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയത് തന്നെ ഏകദേശം ഒരു 0.8% അപ്പായിട്ടാണ് മാർക്കറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന സ്റ്റോക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് താഴേക്ക് വരും. കാരണം ഇവിടെ നിന്ന് താഴേക്ക് വരാണോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ട്രെയിനിങ് സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, വളരെയധികം സ്റ്റോക്ക് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇങ്ങനെയുള്ള ട്രെയിനിങ് സെറ്റപ്പുകൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം. കാരണം ഇതിപ്പോൾ ഈ ഒരു ഇവിടുന്ന് ഇത്ര ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ സ്റ്റോക്ക് സൈഡ് വേസ് പോയി, അത് ട്രേഡ് നടക്കുന്നുണ്ടോ, കൃത്യമായിട്ട് നമ്മുടെ VWAPനെ സപ്പോർട്ട് ചെയ്താണ് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്,
ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രേഡ് ഇത്രയധികം, കാരണം വെച്ചാൽ 9:40 ശേഷം ഇത്രയധികം ഗ്യാപ്പപ്പായി പോയ സ്റ്റോക്ക് HDFC ബാങ്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ അവോയ്ഡ് ചെയ്യാം. ഈ രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം വെച്ചാൽ ICICI ബാങ്ക് നമുക്ക് ട്രേഡ് കിട്ടിയില്ല, കംപ്ലീറ്റ് സൈഡ് വേസ് ആണ്. അതുപോലെ തന്നെ HDFC ബാങ്കിൽ നമ്മുടെ നമുക്ക് ടാർഗറ്റ് അല്ല, നമ്മുടെ കണ്ടീഷൻസ് വന്നില്ല. കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻ കൂടെ ഓർത്ത് വയ്ക്കണം നിങ്ങൾ. 9:40 ശേഷം തുടരെ ഗ്രീൻ ക്യാനിൽ വന്നെങ്കിൽ എന്ത് പറ്റും, ഇതൊരു സൈഡ് വേസ് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 1% 1% നിൽക്കുന്ന സ്റ്റോക്കാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൻ്റർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് നമ്മുടെ പ്രീ മാർക്കറ്റിൽ വന്നതാണ് എറ്റേണൽ ആണ് കേട്ടോ. എറ്റേണൽ നമുക്ക് ആഡ് ചെയ്യാം. എറ്റേണൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആണ്, നമുക്ക് നോക്കാം കേട്ടോ. എറ്റേണൽ നമ്മൾ ഓപ്പൺ ആക്കി. എറ്റേണൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഓക്കെ, എറ്റേണൽ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ധനിലാണ് ഞാനിത് ചെയ്യുന്നത്. ധൻ്റെ ചാർട്ടാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ധൻ്റെ ചാർട്ടിലാകുമ്പോൾ കുറച്ച് നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ധൻ്റെ ചാർട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കെന്താ 13-ാം തീയതി വരെയുള്ള ട്രേഡിംഗ് ഇതെടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ ദിവസം 13 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയ 9-20 ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്റ്റോക്ക് ഒരു ഗ്യാപ്പപ്പായിട്ടാണ് വന്നത് കേട്ടോ. ഗ്യാപ്പപ്പായിട്ടാണ് ഓപ്പൺ ആയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാർട്ടിൽ VWAP-നെ ആഡ് ചെയ്യാം കേട്ടോ. VWAP-നെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, VWAP-ൻ്റെ മുകളിലേക്കാണ് ഈ സ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ. VWAP-ൻ്റെ മുകളിലേക്കാണ് ഈ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇതിലൊരു എൻട്രി വരുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു VWAP-ൻ്റെ മുകളിലായിരിക്കണം പ്രൈസ് വരേണ്ടത്. പ്രൈസ് ഒരു എന്ത് ചെയ്യണം, 940 ശേഷം വരുന്ന ഗ്രീൻ ക്യാനിലാണ് നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ എൻട്രി കൊടുക്കുവാണ്. ഇത് 950 920, അത് 5 ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയിട്ട്. 9:05 ക്യാൻഡിൽ ഒരു റെഡ് ക്യാനിലാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. VWAP-ന് താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 9:35 കേട്ടോ. അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ, ഗ്രീൻ ക്യാനിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എൻട്രി. VWAP-ൻ്റെ മുകളിൽ തന്നെ ഗ്രീൻ ക്യാനിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഓക്കെ ഫൈൻ. ഇവിടെ നമുക്കൊരു 10:10 എൻട്രി ഇട്ടിരിക്കുന്നത് കേട്ടോ. VWAP-ൻ്റെ മുകളിലേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 10:10. 10:10 നമുക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു ഹൈ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു എൻട്രി സെറ്റപ്പ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതിലൊരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുക്കാം കേട്ടോ. റിസ്ക് വാർഡ് വരുന്നത് 1:2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് വലിയ ക്യാനിലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ തൊട്ടടിയിൽ വെച്ച് കൊടുക്കാം. ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കാരണം ഇതൊരു വലിയ സെറ്റപ്പ്, കാരണം വെച്ചാൽ വലിയൊരു ക്യാനിലാണ് ഓപ്പൺ. അപ്പോൾ നമ്മൾ റിസ്ക് വാർഡ് മാനേജ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. 2 ഓക്കെ, ഇതാണ് 1:2 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഇതൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആണ്. ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിന് സ്റ്റോപ്പ് ലോസ് കൊടുക്കും. ഇത് നമ്മുടെ ടാർഗറ്റ് ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയ നമ്മുടെ ടാർഗറ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വന്ന് ബഫർ ചെയ്തിട്ട് കയറിപ്പോ കേട്ടോ. തൊട്ടടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, എറ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന്, ഇപ്പം നമ്മുടെ VWAP-ൻ്റെ മുകളിൽ തന്നെ ട്രേഡ് നടക്കുന്നത് കേട്ടോ. ട്രേഡ് അവിടെ തന്നെ നടക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് ഇത് അടിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ ഫൈൻ, ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ 318 വരെയും പോയി. ജസ്റ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരെയും വന്നിട്ട് എന്ത് ചെയ്തു, സ്റ്റോക്ക് കയറി 319 വരെ ഹൈ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് അടിച്ചു. എറ്റാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് അടിച്ചു. ബാക്കി 2 ട്രേഡുകൾ എന്താ സംഭവിച്ചത്, ഇപ്പോൾ ICICI ബാങ്കിലായാലും HDFC ബാങ്കിലായാലും നമുക്ക് എന്താ സംഭവിച്ചത്, നമുക്ക് ട്രേഡിംഗ് സെറ്റപ്പ് കിട്ടിയില്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ വലിയ ഇതായിട്ടാണ്. ഏകദേശം നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് തുടരെ ഗ്രീൻ ക്യാനിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ പ്രീ മാർക്കറ്റിൽ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രീ മാർക്കറ്റിന് ഓരോ സ്റ്റോക്കുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ആഡ് ചെയ്യുക. നല്ല വോളിയം തന്നെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. നല്ല വോളിയം അല്ലെങ്കിൽ ഇൻ കേസ് ക്രോഴ്സിൽ എത്ര ക്രോഴ്സ് വാല്യൂ വരുന്ന സ്റ്റോക്കുകൾ, ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഫി, ഇതൊക്കെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് വന്ന സ്റ്റോക്കുകളാട്ടോ. അതായത് നല്ല വോളിയം വന്ന സ്റ്റോക്കുകളാണ് ഈ പറഞ്ഞ ICICI ബാങ്ക്, HDFC ബാങ്കൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രാറ്റജി മാക്സിമം ഒന്ന് ബാക്ക് ടച്ച് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ എടുത്തതിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പായിട്ട് നമുക്ക് കിട്ടിയത് എറ്റാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 2 സ്റ്റോക്കുകളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ HDFC ബാങ്ക് ആയാലും നമുക്ക് ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് അതിൽ കിട്ടിയില്ല. ICICI ബാങ്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായാൽ ഫൈൻ, നമുക്ക് ഇവിടെ എടുക്കാം. കാരണം ഇത് നമ്മുടെ ICICI ബാങ്ക് കണ്ടോ. ICICI ബാങ്ക് എന്താ സംഭവിച്ചു, ICICI ബാങ്ക് തുടരെ ഗ്രീൻ ക്യാൻഡിൽ വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു, പിന്നെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് പോയി. സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. VWAP-ൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. VWAP-ൻ്റെ മുകളിൽ തന്നെയായിരുന്നു VWAP-ൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം VWAP-ൻ്റെ സപ്പോർട്ട് എടുത്താണ് സ്റ്റോക്ക് പോകുന്നത്. കണ്ട, VWAP-ൻ്റെ ഈ സപ്പോർട്ട് എടുക്കുന്നതോറും നമുക്ക് എന്ത് ചെയ്യും, VWAP-ൻ്റെ അടിയിൽ ഒരു ബഫറിംഗ് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല കേട്ടോ മാക്സിമം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി മാക്സിമം ഒന്ന് ബാക്ക് ടച്ച് ചെയ്ത് നോക്കട്ടെ. വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണിത്. കാരണം നമ്മൾ പ്രീ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു വലിയ വേരിയേഷൻ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത് മിക്കപ്പോഴും. ഇനി നമുക്ക് ഇൻഫോസിസ് ഒരു സ്റ്റോക്ക് കൊണ്ട് നോക്കട്ടെ. ഇൻഫോസിസ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻഫോസിക്സിൽ നമുക്ക് ടാർഗറ്റ് അടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇൻഫോസിക്സ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇൻഫോസിസ് എങ്ങനെയാണ് അതിന് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ ഫൈൻ, 4 സ്റ്റോക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നാല് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ജസ്റ്റ് ചാർട്ടിലൊന്ന് റിപ്ലൈ ഇട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ള 4 സ്റ്റോക്കുകൾ.
രണ്ട് സ്റ്റോക്കുകൾ കണ്ടീഷൻസ് മാച്ച് അല്ല കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് സ്റ്റോക്കുകൾ മാച്ച് അല്ല. നമുക്ക് വന്ന സ്റ്റോക്കുകളിൽ ഇതിപ്പോൾ എത്രയാണ് 3:20. ഓക്കെ, ഇനി അടുത്ത ദിവസം എങ്ങനെയാണ് ഈ സ്റ്റോക്ക്? ഇത് വിവാപ്പ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് വിവാപ്പ് മാത്രം ആഡ് ചെയ്താൽ കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് കൊള്ളാക്കരുത്. വിവാപ്പ് ഇൻഡിക്കേറ്റർ ഞാൻ വോളിയം അത് യൂസ് ചെയ്യും. വോളിയത്തിന് പ്രാധാന്യമില്ല, വിവാപ്പാണ് ഇതിന് മെയിൻ താരം. ഓക്കെ, അതായത് നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പിൽ ഓൾറെഡി ഇത് നല്ല വോളിയുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിലേക്ക് ഓൾറെഡി വീണ്ടും വോളിയം വരുമ്പോൾ എന്ത് പറ്റും? സ്റ്റോക്ക് ഒന്നെങ്കിൽ മുകളിലേക്ക് കയറി പോകും, അല്ലെങ്കിൽ താഴേക്ക് വരും. മുകളിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നു, താഴേക്ക് വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്നു. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ് കേട്ടോ, ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഫോസിസും കൂടി നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇൻട്രേ വല്ല പവറാണോ? ബെസ്റ്റ്. ഓപ്പൺ ആയത് തന്നെ വലിയ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ്, വലിയൊരു ഗ്യാപ്പ്. അതായത് ഒരു 1250 1450 ഇൻഫോസിസ് ഓപ്പൺ ആയത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. കാരണം ഇങ്ങനെ ട്രേഡിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ 9:40 ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 9:25, 9:30, 9. വിവാപ്പിൻ്റെ അവിടെ സപ്പോർട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ സ്റ്റോക്ക് വിവാപ്പിൻ്റെ അവിടെ സപ്പോർട്ട്. ഇതാണ് 9:40 സ്റ്റോക്ക് ഇതെന്ന് പറയുന്നത്. 9:40 നമ്മുടെ ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബഫർ ഇത് കുറച്ച് താഴെ വെച്ചാൽ കേട്ടോ. ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം? 1:2 വെച്ച് കൊടുക്കാം. ഓക്കെ, 1:2 മതി, കറക്റ്റ് 2 മതി കേട്ടോ. നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ 1:2 മാക്സിമം കീപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ട് ഒന്ന് ഓടിച്ച് നോക്കാം, എന്താണ് സംഭവിക്കാൻ നോക്കാം. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻഫോസിസ് ഓക്കെ, നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇൻഫോസിസ് കയറി മുകളിലേക്ക് പോയി ടാർഗറ്റ് അടിച്ചു. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 1552 ഈ റെഡ് ലൈൻ്റെ എവിടെയാണ് കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഒരിക്കലും വിവാപ്പിന് തൊട്ടടിയിൽ ഒരിക്കലും വയ്ക്കരുത്. എല്ലാവർക്കും അറിയാം, വിവാപ്പിൻ്റെ അടിയിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്ന മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസ്ക്ക് അറിയാം. അവരെന്ത് എടുത്തിട്ട് പോകണം. ഈ ഒരു ക്യാൻഡിലൊക്കെ കണ്ടോ നിങ്ങൾ? ഇവിടെ കണ്ടോ? ഈ ക്യാൻഡിലൊക്കെ കണ്ടോ? എടുത്തിട്ട് പോകുന്നതാണ് ക്യാൻഡിൽ കണ്ടോ? ഇതൊക്കെ കണ്ടോ? അസൽ മാനിപ്പുലേഷനാണ് നടക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ബഫർ ചെയ്ത് താഴെ വയ്ക്കുക. ഈ റെഡ് ലൈൻ കണ്ടോ? ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ? അതുപോലെ എന്ത് ചെയ്യുക? താഴെ വെച്ച് കൊടുക്കുക. ഇവിടെ വന്നിരിക്കുന്ന ചില ബിഗ് ക്യാൻഡിൽ, ഒരു പിൻബാർ ടൈപ്പ് ക്യാൻഡിലുണ്ട്. ആ ക്യാൻഡിലൊന്നും അടുത്ത് വയ്ക്കുക, അതിനൊക്കെ താഴെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു എത്ര നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് ട്രേഡ്? ഏകദേശം ഒരു 11 മണി 10:45 ആയപ്പോൾ തന്നെ നമ്മുടെ ട്രേഡ് ക്ലോസ് ആയി, ടാർഗറ്റ് അടിച്ചു. അപ്പോൾ രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ടാർഗറ്റ് അടിച്ചു, രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് എന്ത് ചെയ്തു? എൻട്രി കിട്ടിയില്ല. പക്ഷേ ഇതിലൊരു ട്രേഡിംഗ് സെറ്റപ്പ്, പെർഫെക്റ്റ് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് അല്ല കേട്ടോ ഇൻഫോസിസിൽ വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി. നമുക്ക് നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് കിട്ടിയത് ഏതാണ്? എറ്റേണൽ മാത്രമേ ഉള്ളൂ. കാരണം എറ്റേണൽ മാത്രമേ ഒരു നല്ലൊരു ഇതായിട്ട് ഓപ്പൺ ആയുള്ളൂ. പക്ഷേ ഇൻഫോസിസ് വളരെ ഗ്യാപ്പപ്പായിട്ടാണ് ഓപ്പൺ ആയത്. വളരെ ഗ്യാപ്പപ്പായിട്ട് ഒറ്റ ക്യാൻഡിൽ തന്നെ ഗ്യാപ്പപ്പായിട്ട് ഓപ്പൺ ആയതിനു ശേഷം സൈഡ് വേസ് വന്നിട്ട് 9:40 ശേഷം എന്ത് ചെയ്തു? സ്റ്റോക്ക് വളരെയധികം മുളക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9:40 ശേഷം മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ടൂളും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂളും യൂസ് ചെയ്തിട്ടാണ് അടുത്ത ട്രേഡിംഗ് സെറ്റ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ സ്റ്റാർട്ട് നിങ്ങൾ ബാക്ക് ചെയ്ത് മാക്സിമം നോക്കുക. അടുത്ത് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് F&O സ്റ്റോക്കുകൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്, അതിൽ നിങ്ങൾക്ക് കോളും പുട്ടും എടുക്കേണ്ടത് എങ്ങനെയാണ്, വളരെ ഈസി ആയിട്ട് കുറച്ച് നല്ല പ്രോഫിറ്റ് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്ട്രാറ്റജി പേപ്പർ ട്രേഡ് ചെയ്യുക. ഫ്രണ്ട് പേജിൽ നിന്ന് ആപ്പ് എടുക്കുക, പേപ്പർ ട്രേഡ് ചെയ്യുക, റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക. ഒരു 20-30 ട്രേഡുകൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? റിയൽ ട്രേഡ് ചെയ്യുക കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇപ്പോൾ കാണാം, നമുക്ക് കണ്ട സ്റ്റോക്കുകളെല്ലാം കാണാം. ആദ്യം തന്നെ ഓപ്പൺ ആയത് എന്താ? ഗ്യാപ്പപ്പായിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് 9:40 നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിവാപ്പിൻ്റെ മുകളിലാണ് പ്രൈസ് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ആ 9:40 സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യുക. അതിനുശേഷം 9:40 ശേഷം വിവാപ്പിൻ്റെ താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ 9:40 ഫോം ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൻ്റെ താഴെ, ക്ലോസിങ് വരുന്നത് വിവാപ്പിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെല്ലിലേക്ക് പോവുക. സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുക? ബൈയിലാണെങ്കിൽ വിവാപ്പിന് താഴെ ഏതെങ്കിലും പിൻബാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബഫർ ചെയ്ത് പിൻബാറിൻ്റെ താഴെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ടു. സെല്ലിയാണെങ്കിൽ എന്ത് ചെയ്യുക? വിവാപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കാരണം മുകളിൽ എന്ത് ചെയ്യുക? ഏതെങ്കിലും സെല്ലിംഗ് പിൻബാർ ഉണ്ടെങ്കിൽ അതിൻ്റെ ബഫർ ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഏതെങ്കിലും മാനിപ്പുലേഷൻ നടന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതാണ്. ഇതുപോലെ നല്ല സ്ട്രാറ്റജിയിലായിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ചാനലൊന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ട്രേഡിംഗ് ലോസ് ആയിട്ടുള്ള കൂട്ടുകാരിലേക്ക് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.